ഹായ്. കങ്കുവ. കങ്കുവയുടെ നല്ലൊരു അപ്ഡേറ്റ് വന്നിട്ട് സത്യം പറഞ്ഞ ഒരുപാട് കാലമായി. അങ്ങനെ ഫൈനലി കങ്കുവയുടെ ഏറ്റവും അധികം ആളുകൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു അപ്ഡേറ്റ് ഉണ്ട്. അതെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു അപ്ഡേറ്റ് ആണ് കങ്കുവയുടെ ട്രെയിലർ എന്ന് പറയുന്നത്. ഇതുവരെ എന്നുള്ള ഗ്ലിംസ് ആണെങ്കിലും ടീച്ചർ ആണെങ്കിലൊക്കെ ഒന്നും എല്ലാം ഏറ്റവും ടോപ്പിൽ ഇങ്ങനെ കയറി പോകുന്നാൽ അതൊന്നുപോലും താഴത്തേക്ക് ഇറങ്ങി വന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല. കാരണം ഹൈപ്പ് ഇങ്ങനെ കൂടി വരികയാണ്. ഒരേ സമയം അത് ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടുള്ള അനുഭവമാണെങ്കിലും അതേ സമയം അത് ഭയങ്കര പേടിപ്പെടുന്ന ഒരു സംഭവം കൂടി. അങ്ങനെ ഹൈപ്പ് കൂടി അവസാനം എന്തെങ്കിലും ആവുമോ എന്നുള്ള. കാരണം എന്താ പറയാ, അവരുടെ മാക്സിമം അവർ തന്നാൽ പോലും നമുക്കത് തികയാത്ത പോലത്തെ ഒരു ഫീൽ ഉണ്ടാക്കാൻ ഈ ഹൈപ്പിന് സാധിക്കും. അപ്പോ അങ്ങനെ ഒരു അപകടം ഈ കങ്കുവ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ഉണ്ട്. പക്ഷേ ഹൈപ്പ് ആരും കയറ്റി വെക്കുന്നതല്ല, സ്വാഭാവികമായിട്ട് സംഭവിച്ചു പോയതാണ്. അത്രയും ഗംഭീരമായിട്ടാണ് ഇതിന്റെ ഓരോ അപ്ഡേറ്റുകളും വന്നിട്ടുള്ളത്. എനിവേ, ഫൈനലി ആളുകൾ കാത്തിരുന്നിരിക്കുന്ന ട്രെയിലർ ഈ വരുന്ന 12-ാം തീയതി, അതായത് നാളെ കഴിഞ്ഞ് മറ്റന്നാൾ പുറത്തു വരും എന്ന് പറഞ്ഞൊരു പോസ്റ്റർ വന്നിട്ടുണ്ട്. ആ പോസ്റ്ററേ കിടിലനാണ്. ഇതിലെല്ലാ പോസ്റ്ററും കിടിലായിരുന്നു. അപ്പൊ ട്രെയിലർ എന്തായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷ ഭയങ്കരമായിട്ട് ആളുകൾക്ക് ഉള്ളിലുണ്ട്. പക്ഷെ പേഴ്സണലി എനിക്ക് ഇത്രയും വന്നതിൽ ഏറ്റവും എന്നെ ഞെട്ടിച്ചു, അല്ലെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇപ്പോഴും ആ ഒരു എക്സ്പീരിയൻസ് ഉള്ളിൽ കിടക്കുന്നത് ഇതിന്റെ ഗ്ലിംസ് ആയിരുന്നു. അല്ലെങ്കിൽ ഒരു പാട്ട് ഇല്ലല്ലോ, കങ്കുവ എന്ന് പറഞ്ഞിട്ടൊരു പാട്ടടക്കമുള്ള ഒരു 100 പുലിനഖവും മാറുന്നത് ആ സാധനം, അതിന്റെ ഒരു ഫീല് ഭയങ്കര തന്നെയായിരുന്നു. അപ്പോൾ 12-ാം തീയതി ഇതിന്റെ ട്രെയിലർ പുറത്തു വരും. ടൈം അവര് പുറത്തു വിട്ടിട്ടില്ല. ഈ പോസ്റ്ററിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ പുള്ളിക്കാരന്റെ ആ ഒരു ഇരുത്തം, അത് എല്ലാം തകർത്തതിന് ശേഷമുള്ള ഇരുത്താണെന്നുള്ളതാണ് തോന്നുന്നത്. പിന്നെ പുറകിലൊരു ചിറക് കാണുന്നുണ്ട്, അത് പരുന്തിന്റെ ചിറക് കാണുന്നുണ്ട്. ആ ചിറക് കൂടി ഇങ്ങനെ കത്തുന്നുണ്ട്. അതിന്റെ ഒരു പവറാണ് കാണിക്കുന്നത്. അത്രയും ഷാർപ്പായിട്ടുള്ള ഒരാൾ. പിന്നെ ഇരുത്തിരിക്കുന്നത് കറക്റ്റ് ആ ചിറകിന്റെ സെന്ററിൽ, അതായത് പരുന്ത് ഇയാളാണെന്നുള്ള രീതിയിൽ ഒരു ഒരു വേട്ടയാടാനും അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ എന്നുള്ള രീതിയിൽ തന്നെയാണ് കാണിച്ചിട്ടുള്ളത്. താഴത്തേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ പുള്ളി ആ ഇരിക്കുന്ന സ്ഥലമുണ്ടല്ലോ, ആ കത്തി കുത്തിയിരിക്കുന്ന ആ ഭൂമി, മണ്ണ് ഫുള്ള് കരിഞ്ഞാണ്. എനിക്കൊന്ന് ഈ കത്തിയിട്ട് കുറെ ബോഡിയാണോ നമുക്ക് സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് മനസ്സിലാവില്ല. പക്ഷെ ബോഡിയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഷേപ്പ് കണ്ടിട്ട് ചുറ്റും കുറെ ബോഡി ഉണ്ട്. അതൊന്നെങ്കിൽ പുള്ളിക്കാരൻ്റെ തന്നെ ആളുകളാവാം, അല്ലാതെ ഈ വില്ലന്മാരെ ഫുള്ള് കത്തിച്ച് നെരുപ്പ് അടക്കിയിട്ട് പോയി നിൽക്കുന്ന സാധനമായിരിക്കാം. എന്തായാലും വിഷ്വൽസ് ഒക്കെ എത്രമാത്രം ഗംഭീരമായിരിക്കുന്നത് ഒരു പോസ്റ്റർ കാണുമ്പോൾ തന്നെ നമുക്ക് ആ ക്വാളിറ്റി ഉണ്ടല്ലോ, ചില പോസ്റ്ററുകളൊന്നും കിട്ടില്ല. അപ്പൊ ഇതിൽ ആ ഒരു ക്വാളിറ്റി, ഒരു എപ്പിക് എന്നുള്ള ഒരു സംഭവം എല്ലാ അപ്ഡേറ്റ്സിലും, ഓരോ ചെറിയ ചെറിയ പോസ്റ്ററുകളിലും അവർ കൊടുത്തിട്ടുള്ള വീഡിയോസിലും ഒക്കെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നുള്ളതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് തോന്നിയിട്ടുള്ളത്. പിന്നെ നമ്മളെ ശിവ, അണ്ണാത്തെ എന്ന് പറഞ്ഞൊരു സിനിമ കാരണം ഒരുപാട് വഴി കേൾക്കേണ്ടി വന്നിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു സിനിമ തന്നെ ആകും എന്നുള്ള രീതിയിൽ ഇപ്പോഴും നോക്കുന്ന ആളുകളുണ്ട്. എനിക്കൊന്നും ഒട്ടും നിങ്ങൾ ചിന്തിക്കാഞ്ഞിട്ടാണ്. കാരണം ആ സിനിമയുടെ അപ്ഡേറ്റുകൾ എന്തായിരുന്നു, ആ സിനിമ എങ്ങനെയായിരുന്നു, അതുപോലെയാണോ ഈ കങ്കുവ എന്ന് പറഞ്ഞ സിനിമ ഇവർ മുമ്പിലേക്ക് തന്നിട്ടുള്ളത്. ഈവൻ ഇപ്പൊ തന്നിട്ടുള്ള ഈ ഒരൊറ്റ പോസ്റ്റർ നോക്കിയാൽ തന്നെ അത് അങ്ങനെയല്ല വരുന്നത്. ഇതിൽ എന്തൊക്കെയോ വേറെ കുറച്ച് മാജിക് ഇവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് തോന്നും. പിന്നെ പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, കങ്കുവ സിനിമ അതിന്റെ കൂടെ ഒരു സിനിമയും എന്താ പറയാ ക്ലാഷ് ഉണ്ടാവില്ല എന്ന് ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ മാർട്ടിൻ അടക്കമുള്ള സിനിമകളാണ് വരുന്നത്. മാർട്ടിൻ അടക്കം ഞാൻ പറയാൻ കാരണം, മാർട്ടിന്റെ ഒരു സാധനം വന്നിരുന്നു ഇപ്പൊ ട്രെയിലർ 1 എന്ന് പറഞ്ഞിട്ട്. അതൊരു എന്താ പറയാ, അതൊരു കിടിലൻ ഒരു കൊലകൊല്ലി സാധനമായിരുന്നു എന്ന് പറയേണ്ടി വരും. അമ്മ ഒരു സാധനം അവർ തന്നിട്ടുള്ളത്. അതായത് ആ ധ്രുവ് സർജയുടെ പെർഫോമൻസും അവരുടെ ആ ഒരു അപ്പിയറൻസും ആ ബോഡിയും മ്യൂസിക്കും എല്ലാം കൂടെ കുറെ ഫ്യൂരിയോടും മറ്റതും മറിച്ചും എല്ലാം കൂടെ മിക്സ് ചെയ്തൊരു വമ്പൻ സാധനം വരുന്നത് നമുക്ക് തോന്നിപ്പോകുന്ന രീതിയിലാണ് അത് ചെയ്തിരിക്കുന്നത്. ബ്രഹ്മാണ്ടം നമുക്ക് പറയാം. ബ്രഹ്മാണ്ടം എന്നുള്ള സാധനം എടുക്കുമ്പോൾ തന്നെ കങ്കുവയും അതുപോലെ ഒരു പക്ഷേ ബ്രഹ്മാണ്ടം എന്ന് തോന്നുന്ന, അതിന്റെ ക്യാൻവാസ് അത്രയും ഇല്ലെന്ന് തോന്നുന്ന ഒരു സിനിമ തന്നെയാണ്. പല ആളുകൾ പറയുന്നത് തമിഴ് സിനിമയെ അടുത്ത സ്റ്റേജിലേക്ക് മാറ്റി വെക്കാൻ കെൽപ്പുള്ള സിനിമ എന്നൊക്കെയാണ്. അപ്പോ മാർട്ടിനടക്കമുള്ള സിനിമകളാണ് വരുന്നത്. അങ്ങനെ പലതരത്തിൽ ഇപ്പൊ ഇങ്ങനെ കുറെ ആളുകൾ ഈ ക്ലാഷ് വരുന്നുണ്ടല്ലോ, അപ്പോ ഇതാ താഴെ പോന്നൊക്കെ പറഞ്ഞ പല ആളുകളും പറയുന്നുണ്ട്. അതിന് മറുപടി ആയിട്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇതിന്റെ പ്രൊഡ്യൂസർ തന്നെ ഒരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഭയങ്കര ഹൈലൈറ്റ് ചെയ്ത് എല്ലാ സ്ഥലത്തും കാണിക്കുന്നത്. അതായത് ഒരു പക്ഷേ കങ്കുവയ്ക്ക് ക്ലാഷ് ഉണ്ടായേക്കാം, എന്നാൽ കങ്കുവ കണ്ടു കഴിഞ്ഞാൽ കങ്കുവ 2-ന് ക്ലാഷ് വെക്കാൻ ആരും ധൈര്യപ്പെടില്ല എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. കാരണം അത്രയും കോൺഫിഡൻസ് ആണ് കങ്കുവ ഈ ഫസ്റ്റ് പാർട്ടിൽ ഇവർക്ക് ഉള്ളത്. കാരണം ആ സിനിമ കണ്ടു കഴിഞ്ഞാൽ സെക്കൻഡ് പാർട്ട് ഇത് ഇറക്കുന്ന സമയത്ത് ക്ലാഷ് ആരും വെക്കൂല. അത്രയും എക്സൈറ്റഡ് ആയിട്ട് ആളുകൾ കാത്തിരിക്കുന്ന സിനിമയായിരിക്കും. കാരണം 1 കാണുമ്പോൾ തന്നെ അതിന്റെ വലിപ്പം മനസ്സിലാവും. ഇപ്പൊ 2-നോട് കൊടുക്കാൻ ആരും നിൽക്കില്ല എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. എനിവേ, ഞാൻ വളരെ പ്രതീക്ഷയോടെ
കാത്തിരിക്കുന്ന സിനിമയാണ്. ആകെ ഒരു പേടി ഹൈപ്പ് എക്സ്ട്രാ കയറുന്നതുകൊണ്ടുള്ളൊരു പ്രശ്നം മാത്രമാണ്. എന്തായാലും ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും വിഷ്വൽസ് അതൊരു രക്ഷ ഉണ്ടാവില്ല. അതൊരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും, മസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ വിശ്വാസം അങ്ങനെയാണ്. എന്തായാലും ഞാൻ ഫസ്റ്റ് ഷോ പോയി കാണുന്നതായിരിക്കും. അതിന് TFS ലോക്ക് ചെയ്തിട്ടുള്ള എത്ര ആളുകൾ ഉണ്ടെന്നുള്ളത് മറക്കാതെ കമന്റ് രേഖപ്പെടുത്തുക. സൂര്യ ഫാൻസ് ഒക്കെ ലൈക്ക് ചെയ്ത് പോവുക. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക, ഷെയർ ചെയ്യുക.